Good morning, children. Welcome back to our geography class, lesson 4, agriculture. Today, we are going to study the major crops that are found in the world and also in India. Major crops. A large variety of crops are grown to meet the requirement of the growing population. പോപ്പുലേഷൻ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ക്രോപ്സുകളുടെ വർധനവും ഉണ്ടാകേണ്ടതാണ്. And so, the major food crops are wheat, rice, maize and millets. And jute and cotton are fiber crops. Important beverage crops are tea and coffee. മേജർ ക്രോപ്സ് ഏതൊക്കെയാണ്? മേജർ ക്രോപ്സ് എന്ന് പറയുന്നത് വീറ്റ്, റൈസ്, മെയ്സ് ആൻഡ് മില്ലറ്റ്സ്. പിന്നെ ഫൈബർ ക്രോപ്സ് എന്നറിയപ്പെടുന്നത് ജൂട്ടും കോട്ടണുമാണ്. ബിവറേജ് ക്രോപ്സ് എന്നറിയപ്പെടുന്നത് ടീ ആൻഡ് കോഫിയാണ്. The next we study about rice. Rice is the major food crops of the world. It is the staple diet of the tropical and subtropical region. Rice needs high temperature, high humidity and rainfall. It grows best in alluvial and clayey soil. China leads in the production of rice, followed by India, Japan, Sri Lanka and Egypt. In favorable climatic conditions as in West Bengal and Bangladesh, 2 or 3 crops are grown in a year. റൈസിന് നല്ല ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും റെയിൻഫാളും ആവശ്യമാണ്. റൈസ് ഏറ്റവും നല്ലോണം വളരുന്നത് അലൂവിയൽ ക്ലേയി സോയിലാണ്. ചൈന ഈസ് ദ ലീഡിംഗ് പ്രൊഡക്ഷൻ ഓഫ് റൈസ്, ഫോളോഡ് ബൈ ഇന്ത്യ, അതർ കൺട്രീസ് ജപ്പാൻ ആൻഡ് ശ്രീലങ്ക ആൻഡ് ഈജിപ്റ്റ്. ദ നെക്സ്റ്റ് ക്രോപ്പ് ഈസ് വീറ്റ്. Wheat requires moderate temperature and rainfall. During the growing season, the bright sunshine at the time of harvest. It thrives best is well-drained, loamy soil. Wheat is grown extensively in USA, Canada, Argentina, Russia, Ukraine, Australia and in India. In India, it is grown in winter. വീറ്റിന് വേണ്ട കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ടെമ്പറേച്ചറും റെയിൻഫാളുമാണ്. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം ഇതിനാവശ്യമാണ്. വീറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് USA, കാനഡ, അർജൻറ്റീന, റഷ്യ, ഉക്രൈൻ, ഓസ്ട്രേലിയ ആൻഡ് ഇന്ത്യ. ഇന്ത്യയിലാണെങ്കിൽ വിൻ്റർ സീസണിലാണ് വീറ്റ് കൃഷി ചെയ്യപ്പെടുന്നത്. ദ നെക്സ്റ്റ് ഈസ് മില്ലറ്റ്സ്. അനദർ ക്രോപ്പ് ഈസ് മില്ലറ്റ്. ദേ ആർ also known as squash grain and can be grown less fertile and sandy soils. It is a hardy crop that needs low rainfall and high to moderate temperature and adequate rainfall. Jowar, bajra, ragi are grown in India. Other countries are Nigeria, China and Niger. So, millets. മില്ലറ്റ്സിന് എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഏത് തരം കാലാവസ്ഥയാണ് ആവശ്യമുള്ളത്. അതിന് ലോ റെയിൻഫാൾ മതി ആൻഡ് ഹൈ ടു മോഡറേറ്റ് ടെമ്പറേച്ചർ ആവശ്യമാണ്. ആഡിക്വേറ്റ് റെയിൻഫാൾ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള റെയിൻഫോളും ആവശ്യമാണ്. ജോവർ, ബജ്ര, റാഗി ആർ ഗ്രോൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജോവർ, ബജ്ര, റാഗി എല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് ഈസ് മെയ്സ്. Maize requires moderate temperature, rainfall and lot of sunshine. It needs well-drained fertile soils. Maize is grown in North America, Brazil, China, Russia, Canada, India and Mexico. മെയ്സിന് മോഡറേറ്റ് ടെമ്പറേച്ചർ മതിയാകും, റെയിൻഫാള് ആൻഡ് ലോട്ട് ഓഫ് സൺഷൈൻ, നല്ല സൂര്യപ്രകാശവും ആവശ്യമാണ്. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്? നോർത്ത് അമേരിക്ക, ബ്രസീൽ, ചൈന, റഷ്യ, കാനഡ, ഇന്ത്യ ആൻഡ് ആൾസോ മെക്സിക്കോ. The next crop is cotton. Cotton requires high temperature, light rainfall, 210 frost-free days and bright sunshine for its growth. It grows best on black and alluvial soil. China, USA, India, Pakistan, Brazil and Egypt are the leading producers of cotton. Cotton requires high temperature. നല്ല ടെമ്പറേച്ചർ ആവശ്യമാണ്. അതുപോലെ തന്നെ ലൈറ്റ് റെയിൻഫാൾ മതി. ഏകദേശം 200 ഡേയ്സാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത്. ഇറ്റ് ഗ്രോസ് ബെസ്റ്റ്. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ അലൂവിയൽ സോയിലാണ്. കോട്ടൺ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ചൈന, USA, ഇന്ത്യ, പാകിസ്ഥാൻ, ബ്രസീൽ ആൻഡ് ഈജിപ്റ്റ്.
It is one of the main raw materials for the cotton textile industry. ഇത് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്കുള്ള ഏറ്റവും നല്ല ഒരു റോ മെറ്റീരിയൽ കൂടിയാണ്. കോട്ടൻ്റെ ലീഡിങ് കൺട്രീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ചൈന, USA, ഇന്ത്യ, പാകിസ്ഥാൻ, ബ്രസീൽ ആൻഡ് ഈജിപ്റ്റ്. The next is jute. Jute were also known as golden fiber. It grows well on alluvial soil and requires high temperature, heavy rainfall and humid climate. This crop is grown in tropical areas. India and Bangladesh are the leading producers of jute. ജൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂട്ട് അറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ എന്ന പേരിലാണ്. ജൂട്ട് ഏറ്റവും നല്ലോണം വിളയുന്നത് അലൂവിയൽ സോയിലാണ്. അതിന് ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ്, ഹെവി റെയിൻഫാൾ ആവശ്യമാണ്, ഹ്യൂമിഡ് ക്ലൈമറ്റാണ് വേണ്ടത്. ദ നെക്സ്റ്റ് ക്രോപ്പ് ഈസ് കോഫി. കോഫി റിക്വയേഴ്സ് വാം ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആൻഡ് വെൽ ഡ്രെയിൻഡ് ലോമി സോയിൽ. Hill slopes are more suitable for the growth of this crop. Brazil is the leading producer, followed by Colombia and India. കോഫി ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാകുന്ന പ്ലേസ് ഹിൽ സ്ലോപ്സ് ആണ്. ബ്രസീലാണ് ലീഡിംഗ് പ്രൊഡ്യൂസറായിട്ട് വേൾഡിൽ നിൽക്കുന്ന രാജ്യം, അതുകൂടാതെ കൊളംബിയയും ഇന്ത്യയും. ഓക്കെ, നെക്സ്റ്റ്. കോഫി വളരുന്നതിന് അനുകൂലമായ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വാമും വെറ്റ് ക്ലൈമറ്റുമാണ് വേണ്ടത്. അതുപോലെ തന്നെ വെൽ ഡ്രെയിൻഡ് ലോമി സോയിലുമാണ് ഇതുണ്ടാകുന്നത്. ടീ ഈസ് എ ബിവറേജ് ക്രോപ്പ് ഗ്രോൺ ഓൺ പ്ലാന്റേഷൻസ്. This requires cool climate and well distributed high rainfall throughout the year for the growth of its tender leaves. It needs well drained loamy soils and gentle slopes. Labor in large number is required to pick the leaves. Kenya, India, China, Sri Lanka produce the best quality tea in the world. ടീയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അതൊരു പ്ലാന്റേഷൻ ക്രോപ്സാണ്, ബിവറേജ് ക്രോപ്പാണെന്ന് നമുക്ക് പറയാം. പിന്നെ അതിന് നല്ല ഹൈ റെയിൻഫാൾ വേണം, കൂൾ ക്ലൈമറ്റാണ് വേണ്ടത്, ധാരാളം ലേബേഴ്സിന് ആവശ്യമാണ്. ടീ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളാണ് കെനിയ, ഇന്ത്യ, ചൈന, ശ്രീലങ്ക. The next we study about agriculture development. What do you mean by agriculture development? Agriculture development refers to effort made to increase the farm production in order to meet the growing demand of increasing population. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ബിക്കോസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരുവാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫാം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യേണ്ടത്. അതുവഴി അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിലേക്കും എത്തുന്നു. Agriculture has developed at different places in different part of the world. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഡെവലപ്പിംഗ് കൺട്രീസ് വിത്ത് ലാർജ് പോപ്പുലേഷൻ യൂഷ്വലി പ്രാക്ടീസ് ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ആൻഡ് വെയർ ദ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ സ്മാൾ ഹോൾഡിങ്സ് മോസ്റ്റ്ലി ഇൻ സബ്സിസ്റ്റൻസ്. Large holding are more suitable for commercial agriculture as in USA, Canada and Australia. Next we study about a comparison between farm in India and farm in America. There is a small village in Ahmedabad in Gaizipur district of Uttar Pradesh. Munna Lal is a small farmer in this village who has a farmland of about 1.5 hectares. His house is in the main village. He purchases high-yielding varieties of seeds from the market every alternative year. The land is fertile and he grows at least 2 crops in a year, which are normally wheat and rice and pulses. The farmer takes the advice of his friends and elders as well as the government agriculture officers regarding farming practices. He takes a tractor on rent for plowing his field, though some of his friends still use traditional method of using bullocks for plowing. There is a tube well in nearby fields which he takes on rent to irrigate his field. Munna Lal also has 2 buffaloes and few hens. He sells milk in the cooperative store located in the nearby town. He is the member of the cooperative society. All the members of his family help him in various farm activities. Sometimes he takes credit from bank
on agriculture bank or the agriculture cooperative society to buy HYV seeds and implements. ഇവിടെ മുന്നാലാൽ എന്നൊരു ഫാർമറെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് 1.5 ഹെക്ടേഴ്സ് ആണുള്ളത്. അദ്ദേഹം 2 ക്രോപ്സാണ് കൃഷി ചെയ്യുന്നത്. മാർക്കറ്റിൽ നിന്ന് ആവശ്യമുള്ള സീഡ്സൊക്കെ അദ്ദേഹം കളക്ട് ചെയ്യുന്നു. പിന്നെ മറ്റ് ഫ്രണ്ട്സിൻ്റെയൊക്കെ അഡ്വൈസൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. ട്രഡീഷണൽസ് ആയിട്ടുള്ള മെത്തേഡുകളും യൂസ് ചെയ്യുന്നു. ട്യൂബ് വെല്ലാണ് അദ്ദേഹം ഇറിഗേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന് ബഫലോസും ഹെൻസും ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു മെമ്പറും കൂടിയാണ്. മിൽക്കൊക്കെ അദ്ദേഹം സെല്ല് ചെയ്യുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് അദ്ദേഹത്തെ ഫാം ആക്ടിവിറ്റീസിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വായ്പയൊക്കെ വാങ്ങിക്കുന്നുണ്ട് ബാങ്കിൽ നിന്നും അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും. ടു ബൈ എന്തിനു വേണ്ടിയിട്ടാണ്? HYV സീഡ്സ് ഒക്കെ വാങ്ങിക്കുന്നതിന്, ഇംപ്ലിമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അനദർ എക്സാമ്പിൾ ഈസ് ഫാം ഇൻ USA. USA ഫാമിനെ കുറിച്ച് നമുക്ക് നോക്കാം. ദ ആവറേജ് സൈസ് ഓഫ് ഫാം ഇൻ USA ഈസ് മച്ച് ലാർജർ than that of Indian farm. A typical farm sizes in USA is about 250 hectares. The farmer is generally reside in the farm. Some of the major crops are grown: corn, soybean, wheat, cotton and sugar beet. Joe Horan, a farmer of Midwest USA in Iowa State, owns about 300 hectares of land. He grows corn on his field after making sure that the soil and water resources meet the needs of this crop. Adequate measures are taken to control the pests and can damage the crop. And he also testing the soil in the laboratory. The result helped the Joe Horan to plan the scientific fertilizer program. His computer is linked to the satellite, which gives him a clear picture of his field. This helped him to use the chemical fertilizers and pesticides wherever they are required. He uses tractors, seed drills, leveler, combine harvester and thresher to perform various agriculture operations. The grains are stored in the automated grain storage or dispatched to the market agencies. A farmer in USA works like a businessman and not like a peasant farmer. അമേരിക്കയിലെ ഒരു ഫാർമറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് 300 ഹെക്ടേഴ്സ് ഓഫ് 300 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. അതിൽ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം. ആഡിക്വേറ്റ് മെഷേഴ്സ് ആർ ടേക്കൺ ടു കൺട്രോൾ ദ പെസ്റ്റ് ആൻഡ് ഡാമേജ് ദ ക്രോപ്പിന് ഡാമേജ് ഉണ്ടാകാതെ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോയിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോയിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് ലബോറട്ടറി ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാം ഒരു കമ്പ്യൂട്ടർ ഒരു സാറ്റലൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതിൽ കൂടി അദ്ദേഹത്തിന് ആ ഫാമിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. അതും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് എന്തൊക്കെ യൂസ് ചെയ്യണമെന്നൊക്കെ അദ്ദേഹത്തിന് അതിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അദ്ദേഹം ട്രാക്ടേഴ്സ്, സീഡ് ഡ്രിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെ കിട്ടുന്ന ഗ്രെയിൻസ് എല്ലാം സൂക്ഷിച്ച് വയ്ക്കുന്നതിന് ഓട്ടോമേറ്റഡ് ഗ്രെയിൻ സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഫാർമറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അമേരിക്കയിലെ ഫാർമർ എന്ന് പറയുന്നത് ഹി വർക്ക്സ് ലൈക്ക് എ ബിസിനസ് മാൻ, ഒരു ബിസിനസ് മാൻ എന്ന നിലയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിലാണെങ്കിലോ ഈസ് എ പെസൻറ്റ് ഫാർമർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നല്ലോണം 2 എക്സാമ്പിൾസ് റീഡ് ചെയ്ത് നോക്കുക, ഇന്ത്യയുടെയും USAയുടെയും. So I hope all of them understood this topic very well. So thank you.